മതപരമായ ചടങ്ങായല്ല രാഷ്ട്രീയ പരിപാടിയായാണ് രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതെന്ന ആരോപണം നേരത്തെ ഉയർന്നതാണ്. പണി തീരും മുൻപ് നടത്തിയ പ്രതിഷ്ഠ മുന്നിൽ കണ്ടത് തിരഞ്ഞെടുപ്പ് മാത്രമെന്നും പ്രതിപക്ഷം അന്ന് പറഞ്ഞു. യുപിയിലെ BJP പ്രചാരണം പഴയ വിമർശനങ്ങളെയെല്ലാം ഓർമ്മിപ്പിക്കുന്നു. പടിഞ്ഞാറൻ യുപിയിലെ BJP റാലി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനായി കാത്തിരിക്കുകയാണ് ഷാംലിയിലെ ആൾക്കൂട്ടം. 1 മണിക്ക് എത്തുമെന്ന് പറഞ്ഞ യോഗി നന്നായി വൈകി. അപ്പോഴൊക്കെ വേദിയിൽ നിന്ന് പ്രചാരണ ഗാനം ഉയർന്നു കേട്ടു. എല്ലാത്തിലും രാമക്ഷേത്രവും ശ്രീരാമനും. യോഗി എത്തി. മോദിയുടെ ഗ്യാരണ്ടികളെ കുറിച്ച് പറഞ്ഞു. BJPയുടെ മറ്റു മുഖ്യമന്ത്രിമാർ പ്രസംഗത്തിൽ പലവട്ടം മോദി എന്ന പേര് ഉപയോഗിക്കും. യോഗി പക്ഷേ 40 മിനിറ്റ് പ്രസംഗത്തിൽ ഒരേ ഒരു തവണ മാത്രം മോദി എന്ന് പറഞ്ഞു. ഗുണ്ടകളെ കൊലപ്പെടുത്തിയത് ഏറ്റുമുട്ടലല്ല എന്ന് സൂചിപ്പിക്കുന്ന പ്രസ്താവന കൂടി. അവസാനിപ്പിക്കുന്നതിന് മുൻപ് വിശദമായി അയോധ്യ. प्रभु राम लला का भव्य मंदिर भी बन गया। 500 वर्षों के बाद ये शुभ अवसर आया है, तो हमारी पीढ़ी की सौभाग्यशाली है कि अयोध्या में हमने अपनी आंखों से राम लला को विराजमान होते हुए देखा है। और हमारे पूर्वजों का संबोधन था राम राम का, और राम राम का संबोधन भी सार्थक हुआ है। हुआ है ना? हुआ है ना? राम राम का संबोधन सार्थक हुआ है ना? രാമക്ഷേത്ര വിഷയം തന്നെയാണ് റാലികളിൽ പ്രധാനപ്പെട്ട പ്രചാര വിഷയമാക്കി BJP ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് വോട്ടാകും എന്ന പ്രതീക്ഷ സജീവമായി വെച്ചു പുലർത്തുന്നു. ഷാംലിയിൽ നിന്ന് ഷിജു പട്ടുവത്തിനൊപ്പം അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.